അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദ ഹൗസ് ഓഫ് പ്രകൃതി ഒഫീഷ്യൽ. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ എന്തായിരിക്കണമെന്നല്ല, ഇത് നമ്മുടെ സ്കിൻ കെയർ ഓയിലിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയതാണ് ഇതിൻ്റെ കളക്ഷന്. ഇപ്പോഴാണ് ഒന്ന് സെറ്റ് ആയിരിക്കുമ്പോഴും സമയം രാത്രി ആവാറായി. ഇതുവരെ നമ്മൾ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ ഇന്നത്തെ ഒരു ദിവസം മാത്രം പോരാ, 2-3 ദിവസത്തെ ആവശ്യം കൂടെ ഉണ്ട്. ഇത് ഓരോ സീസണിലല്ലേ ഇത് ഉണ്ടാവുള്ളൂ. ഇതൊരു പ്രത്യേക സീസണിൽ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഈ പൂ ഉണ്ടാവത്തുള്ളൂ. അപ്പൊ നമ്മളിത് പരമാവധി കളക്ട് ചെയ്തിട്ട് എണ്ണയിൽ കാച്ചി കുറുക്കി വെക്കാറാണ് പതിവ്. ഇത് നമ്മൾ സ്കിൻ ഓയിലിൽ ചേർക്കുന്നത് പരമാവധി ഇതിന്റെ ഗുണങ്ങള് നമ്മൾ വിചാരിക്കുന്നതിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഔഷധമാണിത്. ഔഷധം തന്നെ പറയാം. ഈ സ്കിന്നിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും, ചൊറി, ചെരങ്ങ്, സോറിയാസിസ് അതുപോലുള്ള എല്ലാത്തിനും നല്ല രീതിക്ക് ആശ്വാസം കിട്ടാൻ ഇത് കാച്ചിയ എണ്ണ തേക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മളിതേക്ക് കുറച്ച് മരുന്നുകളും കൂടി ഇടും. പിന്നെ അതാ കളറ് വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ കളർ ഉണ്ടല്ലോ, നല്ല ഗോൾഡൻ തങ്കത്തിന്റെ ഒരു കളറാണ്. ഇതേ കളറാവും നമ്മളെന്നാ പറയാ. ഇത് കാച്ചിട്ട് ഓയിൽ ഉണ്ടാക്കി അത് ഉപയോഗിക്കുകയാണ്. സ്കിൻ കെയർ ഓയിൽ നമ്മൾ ഇതാണ് കൂട്ടണത്. അത് നമ്മളെ സ്കിൻ കെയർ ഓയിലിന് നല്ല റിസൾട്ട് തരുന്നതാണ്. ഫംഗസ് ഇൻഫെക്ഷന്, ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്ത ഓരോ പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഓരോരുത്തരും നമ്മളെ ഈ സ്കിൻ കെയർ ഓയിൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഒരുപാട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ വന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എത്ര റിസ്ക് എടുത്താലും ഈ സ്കിൻ കെയർ ഓയില് ഒരുപാട് റിവ്യൂസ് ഇത് പിന്നെ നമ്മൾ അത്ര പരസ്യം കൊടുക്കണില്ല. കാരണം നമുക്ക് അത്ര പൂക്കളും ഇതും കിട്ടൂല ഒരുപാടായാലും. അപ്പൊ അത്യാവശ്യമുള്ളവർക്ക് ചോദിച്ചു വാങ്ങണവർക്ക് നമ്മൾ ഇത് കൊടുക്കുക സ്കിൻ കെയർ ഓയില്. അതിനുള്ളത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നത് യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമ്മളിപ്പോ ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലൊക്കെ ഈ എന്താണ് ഈ പോളിനേറ്റിംഗ് ഏജൻസ്, അതായത് ഈ ഉറുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും പുഴുക്കളോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അവര് കാരണമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതും. അപ്പൊ അതൊക്കെ നമ്മൾ വേർതിരിച്ച് അങ്ങനെ വല്ലതൊക്കെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ തരം തിരിച്ച് മാറ്റിയിട്ട് വിൽക്കാൻ പോകും. തേൻ കുടിക്കാൻ ഇത് വരുമ്പോ നാളിപ്പോ പറഞ്ഞത് ഈ കടുകെണ്ണ, കടുക് നിൽക്കുന്ന പ്രദേശത്തുള്ളത് അവിടുത്തെ തേനെടുത്തിട്ടാണ് ഈ വെരിക്കോസ് വെയിനിന് ഇതാവണ. നമ്മളതാണ് ചെയ്യുന്നത്. ഈ മഞ്ഞപ്പൂവ്, ഈ ആ കടുക് നിൽക്കുന്ന കടുകെണ്ണ നമ്മളെ വെരിക്കോസ് വെയിനില് ചേർക്കുന്നുണ്ട്. അപ്പൊ ആ തേനിന്റെ ആ മ്യൂസിയത്തിൽ പോയപ്പോൾ അവര് പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ആ കടുകിന്റെ പൂക്കളുള്ള സ്ഥലത്തുള്ള ഹണി, അതിൽ നിന്ന് ശേഖരിക്കണ ഹണി അത് കൂടുതലായിട്ട് പോണത് വെരിക്കോസ് വെയിനിനാണ്. അപ്പൊ നമ്മളെ ആ ഇൻഗ്രീഡിയന്റ് ആണ് പൂവായിട്ട് കളക്ട് ചെയ്തിട്ടും ചേർക്കണത്. അപ്പൊ ഓരോ മെഡിസിന് ഓരോ വാല്യൂ ഉണ്ട്. മഞ്ഞ നിറത്തിലുള്ള പൂക്കളൊക്കെ നല്ല സൗന്ദര്യ സംരക്ഷണത്തിന് ഒട്ടുമിക്ക പൂക്കളും പറ്റുന്നത്. ഇനി ഇതിൽ കുറെ ചേരുവകൾ നമുക്ക് കിട്ടാണ്ട് കേട്ടോ. കുറെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് പോയിട്ട് മരുന്നൊക്കെ ആയുർവേദങ്ങളൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. പിന്നെ ഇത് വെള്ളത്തിലൊക്കെ ഇട്ടാൽ അതിൻ്റെ ഇത് പോയി. അപ്പൊ അങ്ങനെ ഫ്രഷ് പറിച്ച് നല്ല പൂക്കൾ, ഓരോ പൂക്കളും തിരഞ്ഞെടുത്ത് വണ്ടുണ്ടോ ഇതുണ്ടോ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളത് എടുക്കാൻ പാടില്ല. അതിന് വന്നിട്ടൊരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ വരാൻ പാടില്ലല്ലോ. നല്ല സൂക്ഷിച്ച് ചെയ്യണം. കാരണം നമ്മൾ കണ്ണിന് പോലും കാണാത്ത തരത്തിലാണ് ഓരോരോ പ്രാണികൾ ഇതിന്റെ ഉള്ളിലുള്ളത്. ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു കണിക്കൊന്നയാണെന്ന്. പിന്നെ ചോദിച്ചപ്പോ മനസ്സിലായത് അതല്ല. കണിക്കൊന്ന നല്ല സ്കിന്നിന് പറ്റിയതാണ്. കണിക്കൊന്നന്റെ പൂവ്, അതിന്റെ മരത്തിന്റെ തൊലിയൊക്കെ എടുത്ത് സ്കിൻ കെയറിന് ഉപയോഗിക്കുക. അത് കഷായം വെച്ച് ചൊറി ഇതൊക്കെ ഉണ്ടാവുമല്ലോ സ്കിൻ പ്രോബ്ലങ്ങള്, കണിക്കൊന്നന്റെ തൊലി എടുത്ത് കഷായം വെച്ച് കുടിക്കുക.